അതുവഴി നമ്മൾ കുടിക്കുന്ന ജലം മലിനമാകുന്നു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ അപകടകരമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് പേരറിയാത്ത രോഗങ്ങൾ കടന്നു വരുന്നത്, ആരോഗ്യമുള്ള ആളുകൾ പൊടുന്നനെ വീണുപോകുന്നത്, നിരവധി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോൾ വാട്ടർ ഫിൽട്ടർ ആൻഡ് പ്യൂരിഫിക്കേഷൻ, ജലം എന്ന് പറയുന്നത് കുടിക്കാൻ പര്യാപ്തമാവണമെങ്കിൽ അത് ഫിൽട്രേഷനും പ്യൂരിഫിക്കേഷനും നടക്കണം. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അഴുക്ക്, പൊടി, കളറ്, അങ്ങനെയുള്ള അതിന്റെ അയൺ കണ്ടന്റ് ഒക്കെ മാറുന്നതാണ് ഫിൽട്രേഷൻ. പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത അണുക്കൾ ജലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രൊപ്പോൾസം ബാക്ടീരിയ പോലുള്ള അണുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നതാണ് പ്യൂരിഫിക്കേഷൻ. അങ്ങനെ ശുദ്ധമായ ജലമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സാധാരണ ടാപ്പ് ഉപയോഗിക്കുന്നത് പോലെ ദയവ് ചെയ്ത് ഈ ടാപ്പ് നിങ്ങൾ ഉപയോഗിക്കരുത്. വളരെ സൂക്ഷ്മതയോട് കൂടി വേണം ഈ ടാപ്പ് ഉപയോഗിക്കാൻ. കാരണം ഇത് കുടിവെള്ളം കൂടിയാണ്. സാധാരണ വെള്ളം നമുക്ക് എങ്ങനെയും ഉപയോഗിക്കാം, കാല് കഴുകാനും മുഖം കഴുകാനും കുളിക്കാനും. പക്ഷെ ഇത് കുടിവെള്ളമാണ്, അതിനൊരു പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക. ഇത് ഉപയോഗിക്കുന്ന കാര്യത്തിലും ഈ മെഷീനറി ലയൺസ് ക്ലബ്ബ് ഫണ്ട് അവരുടെ സംവിധാനത്തിൽ നിന്നും ഉണ്ടാക്കി ഈ ഇത്രയും പണം മുടക്കി ഇവിടെ ഈ പ്യൂരിഫയർ കൊണ്ടുവച്ചപ്പോൾ അതിന്റെ മെയിന്റനൻസ് കൂടി ആരാണോ ഈ സ്ഥാപനത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്, സ്വാഭാവികമായിട്ടും പ്യൂരിഫയറിന്റെ മെയിന്റനൻസ് ഒരു പ്രധാന ഘടകമാണ്. അത് കൃത്യമായി അതിന്റെ പ്രീ ഫിൽട്ടർ ചേഞ്ച് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ മെയിന്റനൻസ് ക്ലിയർ ആക്കിയില്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടത് കംപ്ലൈന്റ് ആവും. അതാരാണോ അതിന്റെ ഉത്തരവാദിത്വം അത് കൃത്യമായി പരിപാലിക്കുക. ഇതെന്നും എക്കാലവും ഇത് കൃത്യമായി പരിപാലിച്ചാൽ വർഷങ്ങൾ ഇവിടെ ഇത് നിൽക്കും, അതിന്റെ ഗുണം നമുക്കുണ്ടാവും. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ വന്ന എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലതിനു വേണ്ടി ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് വേണ്ടി, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തിൽ നിന്ന് മാലാഖമാർ, മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് ദൈവവചനം. നന്മയുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഞങ്ങളുടെ ഇരുപത്ര ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് മനേഷ് ജോസ് കല്ലറക്കൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ചെയർമാന്, അതുപോലെ ലയൺസ് ക്ലബിന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായ സിബി മാത്യു പ്ലാത്തോട്ടം, അതുപോലെ ഈ സ്കൂളിന്റെ മിസ്സസ്, അതുപോലെ ടീച്ചേഴ്സ്, അതുപോലെ കുട്ടികൾ, ലയൺസ് ക്ലബിന്റെ ഭാരവാഹികൾ, ഈ അരുപത്ര ലയൺസിന്റെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഏതാണ്ട് ഞങ്ങളുടെ ലയൺസ് കീർ ഏതാണ്ട് 1 വർഷമാകാൻ പോവുകയാണ്. ഏതാണ്ട് 10-60 പ്രവൃത്തികൾ ചെയ്തു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും നന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. PTA പ്രസിഡന്റ് 2 വാക്ക് സംസാരിക്കും. ബഹുമാനപ്പെട്ട ചെയർമാൻ, HM പ്രിൻസിപ്പൽ, ഈ വാട്ടർ ഫിൽട്ടർ തന്ന ലയൺസ് ക്ലബിനും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വൈസ് പ്രസിഡന്റ്. പ്രിയമുള്ള ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് VP നാസർ, അതുപോലെ തന്നെ ലയൺസ് ക്ലബിന്റെ ഭാരവാഹികള്, HM പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ എന്താവശ്യപ്പെട്ടാലും ഇവിടെ എത്തിച്ചേരുന്ന ഒരു സംഭവമായിട്ട് മാറിയേക്കാണ് ഈ അരുവിത്ര ലയൺസ് ക്ലബ്ബ്. ലയൺസ് ക്ലബിന്റെ നമുക്ക് നേരത്തെ ഒരു 2 വർഷം മുമ്പേ ഇവരുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ സാധിച്ചില്ലല്ലോ എന്നൊരു വലിയ നഷ്ടമായിട്ട് ഇപ്പം തോന്നുകയാണ്. നമുക്ക് ഇതിനേക്കാട്ടിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയത്. എന്തായാലും ഇപ്പം 4ാമത്തെ പ്രവൃത്തിയാണ് ഇവര് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കുന്ന ലയൺസ് ക്ലബ് കാര്യത്തിലേക്ക് നമുക്ക് ഈ സ്കൂളിന് നൽകിയ സ്നേഹ ഉപകാരത്തിന് ഒരിക്കലും മറക്കാത്ത നന്ദി ഞങ്ങൾക്ക് കാണും. തീർച്ചയായിട്ടും അങ്ങോട്ടും ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഈ ഞങ്ങളുമായിട്ട് സമീപിക്കുകയും അങ്ങോട്ട് ഞങ്ങളെ സമീപിക്കുകയും ചെയ്യും എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. പറയാൻ മറന്നുപോയ ഒരു കാര്യം,
നഗരസഭയിൽ ഈ ഭരണസമിതി കയറിയ സമയത്ത് ടീച്ചർ മീറ്റിംഗിൽ വെച്ച് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്ന കുറേ കാര്യങ്ങൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 15 ലാപ്ടോപ്പുകൾ, അതോടൊപ്പം നമ്മുടെ ബിൽഡിങ്ങുകളുടെ മെയിൻ്റനൻസിന് ഫണ്ട് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത്തവണത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. നന്ദി പറയാനായി വിജയെ വിളിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈരാറ്റുപേട്ട നഗരസഭയിലെ ചെയർമാൻ നാസർ സാർ, അതുപോലെ തന്നെ ലയൺസ് ക്ലബിലെ അംഗങ്ങൾ, പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ, HM, അധ്യാപകരെ, കൂട്ടുകാരെ, നമുക്ക് ഈ ശുദ്ധജലം കുടിവെള്ളം വിതരണം ചെയ്തതിന് എല്ലാവർക്കും സാറുമാർക്ക് നന്ദി അറിയിക്കുന്നു. അതെ അതെ. ആ